അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. കഷ്ടപ്പാടുകളും വേദനകളും സങ്കടങ്ങളും പറഞ്ഞവിടെ എല്ലാവരുടെയും അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. ദാരിദ്ര്യമില്ലാത്ത കടങ്ങളില്ലാത്ത ജീവിതം അല്ലാഹു നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെയും നമ്മളുടെയും എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞു കൊടുക്കുന്ന ഓരോ ഇൽമും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ളതാക്കി തീർക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് പെങ്ങന്മാർ സഹോദര സഹോദരിമാരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി അവർക്കൊക്കെ രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ മറക്കാതെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഒരാളും മടി കാണിക്കരുത്. അതിനൊക്കെ മുന്നേ നമ്മുടെ എല്ലാ വീഡിയോകളും ചാനലിൽ കയറി എല്ലാവരും കണ്ട് ഒരു ലൈക്ക് അടിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഒരു ലൈക്ക് ഒരുപാട് ആളുകളിലേക്ക് ഈ അറിവ് എത്താൻ ഒരു കാരണമാകും. അത് കേട്ട് ആരൊക്കെ ഈ ചെയ്യുന്നുണ്ടോ, ആരൊക്കെയാണോ അത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അതിന്റെ പ്രതിഫലം, അവർ ചെയ്യുന്നതിന്റെ പ്രതിഫലം റിയാദിൽ നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ആരും മടി കാണിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ വിഷയം, നമുക്കൊക്കെ അറിയാം, നമ്മുടെ സഹോദരിമാർ പാവങ്ങളാണ്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. നമുക്ക് വേണ്ടി ഭക്ഷണം വെച്ച് തരുന്ന, നമ്മുടെ വസ്ത്രം അലക്കി തരുന്ന നമ്മുടെ ഭാര്യമാർ, സഹോദരിമാർ, ഉമ്മമാർ ഒരുപാട് നമുക്കറിയാമല്ലോ. അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഇന്ന് ഞാൻ പറഞ്ഞിരുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഭക്ഷണം വെക്കുമ്പോൾ അതല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഉറക്കിൽ നിന്ന് ഉണർന്ന് നമ്മുടെ വീട്ടു ജോലിയും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാവുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ഉറക്കിൽ നിന്ന് കൃത്യസമയത്ത് എണീക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരൊക്കെ. അത്തരം സ്ത്രീകൾ ആരെങ്കിലും, സഹോദരിമാർ, ഉമ്മമാർ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു അറിവാണ് ഇന്ന് പറഞ്ഞിരുന്നത്. ഈ പറയുന്ന അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പകർത്തുകയാണെങ്കിൽ ഒരിക്കൽ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് മടി വരില്ല, അലസതയുണ്ടാവില്ല, ക്ഷീണമോ തളർച്ചയോ അല്ലാഹു തആല നൽകുകയില്ല. അതിന് പറ്റിയ അറിവാണ് ഇന്ന് പറഞ്ഞിരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാര്യമാർ, അതിന് നമ്മുടെ സഹോദരിമാരൊക്കെ നമുക്ക് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ്. രാവിലെ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എണീറ്റ് അവർ നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുവാനും നമ്മുടെ മക്കളെ നോക്കുവാനും നമ്മുടെ മക്കളെ പഠനത്തിന് വേണ്ടി പറഞ്ഞയക്കുവാനും അതുപോലെ നമ്മുടെ മക്കളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതിനും നമുക്ക് വേണ്ട സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കുന്നതിലും മക്കളുടെ കാര്യങ്ങളിലും അതുപോലെ നമ്മുടെ മാതാപിതാക്കളുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലാണെങ്കിൽ അവരുടെ പാപ്പയുടെയും ഉമ്മയുടെയും കാര്യങ്ങൾ നോക്കി എല്ലാം ചെയ്ത് നേരം വെളുക്കുമ്പോൾ തുടങ്ങി വൈകുന്നേരം വരെ പണിയെടുക്കുന്നവരാണ് നമ്മുടെ സഹോദരിമാർ. വളരെ പാവങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ആഫിയത്തോടുകൂടെ ദീർഘായുസ്സ് നൽകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗങ്ങളൊക്കെ അല്ലാഹു തആല ശിഫായി കൊടുക്കട്ടെ. അവർക്ക് എല്ലാ ജോലികളും ചെയ്യാനുള്ള ഖുവ്വത്തും ശക്തിയും ഹിമ്മത്തും കഴിവും ഉന്മേഷവും ആവേശവും അല്ലാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഒക്കെ നമ്മുടെ വീട്ടിൽ പണി ചെയ്യാണ്ടവരാണ്. സഹോദരിമാർ പ്രത്യേകിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നവരും അതുപോലെ വസ്ത്രമലക്കുന്നവര് അതുപോലെ വീട്ടുവേലകളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം രാവിലെ എണീറ്റ് പിന്നെ അവർ കിടക്കും രാത്രി 10-11 മണിയൊക്കെ ആവും. പിന്നെ രാവിലെ 4 മണിക്ക് എണീക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണല്ലേ. എന്നാൽ അവർക്ക് അത് പ്രയാസമേ അല്ല സഹോദരങ്ങളെ. അവരെ പ്രയാസമായി കാണുകയാണെങ്കിൽ അവരെ എണീക്കാൻ അതിന് നിൽക്കുകയില്ല. പക്ഷെ കൃത്യമായി അവർ അത് ചെയ്യുന്നുണ്ട്. അത്തരം സഹോദരിമാർ അവർക്കൊരു ക്ഷീണവും പ്രയാസവും തളർച്ചയും മടിയും ഒന്നുമില്ലാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം, സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ മഹത്വമേ പഠിപ്പിക്കുന്നതാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ആ സ്ഥലത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖമർ 54-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖമർ അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ഇഖ്തറബത്തിസ് സാഅതു വൻശഖ്ഖത്തിൽ ഖമർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖമർ ഒരു പ്രാവശ്യം ഓതൽ പതിവാക്കുക. എല്ലാ ദിവസവും സുബഹിസ്കാരത്തിന് ശേഷം ഈ സൂറത്ത് പതിവാക്കി ഓതുക. എന്നതിന് ശേഷം പടച്ച റബ്ബിനോട് നന്നായി ദുആ ചെയ്ത് നമ്മൾ രണ്ട് ഉള്ളം കയ്യിലും മന്ത്രിച്ചു നമ്മുടെ ശരീരം മൊത്തം തടവുക ഈ സൂറത്ത് ഓതിയതിനു ശേഷം. ഇതാണ് ഒരു കാര്യം. പിന്നെ നാം ചെയ്യേണ്ടത്, ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ, ഉറക്കപ്പായിൽ നിന്ന് നാം ഉണർന്ന ഉടനെ നാം എല്ലാ ആളുകളും പരിശുദ്ധമായ അസ്മാൽ ഹുസ്നയിലെ ഈ പറയുന്ന ഇസ്മ യാ മുഖ്തദിറു യാ അല്ലാഹ്, യാ മുഖ്തദിറു യാ അല്ലാഹ്, യാ മുഖ്തദിറു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ 120 പ്രാവശ്യം ചൊല്ലൽ പതിവാക്കുക എല്ലാ ദിവസവും. വളരെ നിസാരമാണ്, ചുരുങ്ങിയ സമയമേ വേണ്ടൂ. ഇത് രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കി ചെയ്യുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും ഒരു തളർച്ചയും ഒരു വിഷമമോ ക്ഷീണമോ ഒന്നും വീട്ടുവേല ചെയ്യുന്നതിന്, വീട്ടിലത്തെ ജോലികൾ ചെയ്യുന്നതിന് നമുക്ക് ഒരു പ്രയാസവും തോന്നുകയില്ല, ഒരു മടിയും കഷ്ടപ്പാടും ഒന്നും ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, കമന്റിലൂടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ. എല്ലാ നല്ല മുറാദുകളും അല്ലാഹു ഹാസിലായി കൊടുക്കട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും അല്ലാഹു തആല നിലനിർത്തി കൊടുക്കട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മ പെങ്ങന്മാർ സഹോദര സഹോദരിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈറിന്റെ ബാബുകൾ തുറന്നു കൊടുക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും അവസരവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.